ഈ ഒരു വർഷം നീളുന്ന ക്യാമ്പയിനിൽ ഈ ആദ്യത്തെ ഒരു മാസം പ്രത്യേകമായിട്ട് സ്ത്രീകളിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് അതിനു വേണ്ടിയിട്ടാണ് ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നത്. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെയുള്ളൊരു കാലയളവിൽ ഇങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിങ് ഉണ്ടാകും. വാസ്തവത്തിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ 3 സ്റ്റാഫുണ്ട്. MLSP ഉണ്ട്, JPHN ഉണ്ട്, JHI ഉണ്ട്. ഇതിൽ JPHനും MLSPയും ഇതിന് ട്രെയിൻഡാണ്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ്. അവിടെ സ്ക്രീനിങ് ഉണ്ടാകും. താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകും, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, RCC, MCC പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുകൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, എല്ലായിടത്തും ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് സംവിധാനം ഈ കാലയളവിൽ ഉണ്ടാകും. ആ സ്ക്രീനിങ്ങിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ക്യാൻസർ ആണ് എന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുഴകളോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശോധന, ഇപ്പോൾ മാമോഗ്രാം, അപ്പോൾ നമ്മൾ ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാൻസർ ഗ്രിഡ്, ഈ പരിശോധനാ സംവിധാനങ്ങൾ ഓരോ ജില്ലയ്ക്കും വേണ്ടി ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട്. എവിടെയാണ് അടുത്തത് പോകേണ്ടത്, അടുത്തത് എവിടെ, പരിശോധനയ്ക്ക് എവിടെ പോകണം, ട്രീറ്റ്മെൻറ്റ് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ ഗ്രിഡ് അനുസരിച്ച് അവരെ അവിടേക്ക് വിടും, അവിടെ പരിശോധിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം ബിഹേവിയറൽ ചേഞ്ചാണ്. ഇപ്പം നമ്മളുടെ ഇടയിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പം നമ്മളിവിടെ ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ, ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നമ്മൾ പറയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇതെല്ലാം അറിയുമെങ്കിലും അവർ തന്നെ പരിശോധിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പല ഡോക്ടേഴ്സും 3ാമത്തെയും 4ാമത്തെയും ഫേസിലാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓരോ കമ്മ്യൂണിറ്റി നമ്മൾ എടുത്ത് നോക്കിയാൽ, മാധ്യമ പ്രവർത്തകരെ നോക്കിയാൽ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എല്ലാവരും, നിങ്ങളെല്ലാവരും ഒരു 30 വയസ്സിന് മുകളിലുള്ള നിങ്ങൾ എത്ര പേർ ഇതുവരെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ആണ് ഇതിൻ്റെ ലോഗോ പ്രകാശനം നടത്തിയത്. കുടുംബശ്രീയുടെ ഇടം എന്ന പരിപാടി നടക്കുന്ന അവിടെയാണ് ലോഗോ പ്രകാശനം നടത്തിയത്. അപ്പോൾ ഒരു 300 പേരുള്ള ഒരു ക്രൗഡായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്താണ്. വലിയ ഔപചാരിക ചടങ്ങൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടുണ്ട്? അതിൽ 2 പേരാണ്. ആ 300 പേരിൽ 2 പേര്, അതായത് 2 പേര് തടിപ്പുണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് സ്ക്രീനിങ്ങിന് വിധേയമായി, അവർ നെഗറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തി. ബാക്കി ഒരാൾ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും സ്ക്രീനിങ്ങിന് വിധേയമായിട്ടില്ല. അപ്പോൾ ഈ സ്ക്രീനിങ്ങിന് വിധേയമാകുന്നതിന് നമ്മളെല്ലാവർക്കും ഉള്ളിലൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ നമുക്കതല്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും, അതാണ് ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു പ്രായം, 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാണ്. പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പുരുഷനും സ്ത്രീയും, ട്രാൻസ് കമ്മ്യൂണിറ്റി ആകട്ടെ, 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ഇതിന് വിധേയമാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കാം, രോഗാതുരത കുറയ്ക്കാം, ക്യാൻസർ മൂലമുള്ള മരണം നമുക്ക് കുറയ്ക്കാം. എന്തിനാണ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാകാൻ കഴിയുന്ന ഒരു രോഗമാണ് എന്നിരിക്കെ എന്തിനാണ് അവസാന ഘട്ടത്തിലേക്ക് ഇത് മാറ്റിവെക്കുന്നത്? അപ്പോൾ കണ്ടുപിടിച്ചാലും നമ്മൾ ചികിത്സിക്കണമല്ലോ. ഈ ഒരു സന്ദേശമാണ് നമ്മൾ ആളുകളിലേക്ക് കൈമാറുന്നത്. എല്ലാ സ്ത്രീകളോടും, സ്ത്രീ സംഘടനകളൊക്കെ അവർ തന്നെ സ്ക്രീൻ ചെയ്യുക, എല്ലാ സംഘടനകളിലെയും ആളുകൾ മുഴുവൻ സ്ക്രീൻ ചെയ്യുക. അവർ പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൊണ്ടുവരണം, അതായത് സംഘടനയ്ക്ക് പുറത്തുള്ള ഒരാളെ കൂടി കൊണ്ടുവരണം. നമ്മൾ സാക്ഷരതാ ക്യാമ്പയിനൊക്കെ ചെയ്തതുപോലെ ഒരാളെ കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും ഈ ഒരു വലിയ അഭ്യർത്ഥന നടത്തുകയാണ്. ഇതൊരു വലിയ ഇടപെടലാണ്, ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിങ്ങളെല്ലാവരും ദയവായിട്ട് പങ്കാളികളാകണം. നിങ്ങൾ ഓരോരുത്തരും സ്ക്രീൻ ചെയ്യണം, കുടുംബങ്ങളിലുള്ളവരും സ്ക്രീൻ ചെയ്യണം, സ്ഥാപനത്തിലുള്ള എല്ലാവരും സ്ക്രീൻ ചെയ്യണം. അതുപോലെ ഈ സന്ദേശം നമുക്ക് പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യണം. പല സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നല്ല നിലയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ആക്സസിബിലിറ്റിയുടെ വിഷയം, പിന്നെ BPL വിഭാഗത്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. APL വിഭാഗത്തിന് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ, അതുകൂടാതെ ലാബ് നെറ്റ്വർക്കിനോടൊക്കെ സർക്കാർ സംസാരിക്കുന്നുണ്ട്, വളരെ കുറച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം ഇതൊരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയിൽ ആ ഒരു ചർച്ച കൂടി ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്, അത് തുടർന്ന് നടത്തുന്നുണ്ട്. ഇതിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഗുഡ് വിൽ അംബാസഡറായിട്ട് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യർ ഇതിൻ്റെ ഗുഡ് വിൽ അംബാസഡർ ആയിരിക്കും.
അപ്പോൾ നാളെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ വൈകുന്നേരം നാളെ ലോക ക്യാൻസർ ഡേ ആണ്. അപ്പോൾ നാളെ വൈകുന്നേരം ടാഗോർ തിയേറ്ററിലാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 14 ജില്ലകളിലും പരിപാടികളുണ്ട്. പരിപാടിയിൽ മാത്രമല്ല, അവിടെ സ്ക്രീനിംഗ് ഉണ്ട്, ക്യാമ്പുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. നാളെ ഒരു മെഗാ ക്യാമ്പ് RCCയും മെഡിക്കൽ കോളേജും ചേർന്ന് നമ്മുടെ ടാഗോർ തിയേറ്ററിൽ നടത്തുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്, സ്ക്രീനിങ്ങിന് വിധേയമാകാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫെസിലിറ്റീസ് കുറവുള്ള ഇടങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർ, ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കമ്മിറ്റിയുടെ നേരത്തെ തന്നെ ഒരു നിലവിൽ പ്രവർത്തനം ഉണ്ട്. അത് ക്യാൻസർ കെയർ ബോർഡ് നിലവിൽ വന്നിരുന്നു. ഡോക്ടർ സതീഷിനാണ് നോഡൽ ഓഫീസർ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ. അപ്പോൾ ജില്ലകളിൽ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റിയുണ്ട്. അവിടെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതിലുണ്ട്. മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ പ്രതിനിധിയുണ്ട്, NGOസിൻ്റെ പ്രതിനിധിയുണ്ട്, ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയൊക്കെ പ്രതിനിധിയുണ്ട്. അപ്പോൾ ആ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റി അതിന് ജില്ലയിൽ നേതൃത്വം നൽകും. എവിടെയെങ്കിലും ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ NGOകളുടെ സഹായത്തോടു കൂടി അത് നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ MB പിള്ള പോലെയുള്ള നമ്മുടെ ഇവിടെ നിന്ന് മറ്റ് ലോകത്ത് തന്നെ പ്രശസ്തമായ നിലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് അണിചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലയാളികളായിട്ടുള്ള ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ, ഓങ്കോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുണ്ട്. അവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നാളത്തെ ലോഞ്ചിന് മുന്നോടിയായി 14 ജില്ലകളിലും പ്രീ ലോഞ്ച് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും നഴ്സസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും ഇതിൻ്റെ പരിപാടി ഇന്ന് പ്രീ ലോഞ്ച് നടക്കും. ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയം വീതിയിലാണ് നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസാണ് പരിപാടി നടക്കുന്നത്. അങ്ങനെ 14 ജില്ലകളിലുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും നേതൃത്വമാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ ക്യാമ്പയിൻ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ക്യാമ്പയിന് നേതൃത്വം നൽകണം, അതിന് ഭാഗമാകണം. ഈ സന്ദേശം പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒപ്പമുണ്ടാകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്.